ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സദ്യയിലെല്ലാം വളരെ സ്പെഷ്യലായ ടേസ്റ്റിയായ ഒരു പച്ചടിയാണ്, ബീട്രൂട്ട് പച്ചടി. ഈ വീഡിയോ അവസാനം വരയ്ക്ക് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാധുരം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 2 ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കത് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഞാൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനാവശ്യമുള്ള കുറച്ച് വെള്ളം, വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മളത് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് അത് തന്നെ വെള്ളം വരും. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് അടച്ച് വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം. നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അത് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണേ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റുകയാണെങ്കിൽ കരിഞ്ഞ് പോകാനും ചാൻസ് ഉണ്ട്. ഇതിലിപ്പോൾ ഓൾമോസ്റ്റ് വെള്ളം വറ്റി നമ്മുടെ ബീട്രൂട്ടും റെഡിയായി വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്കതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാനിത് അവിടെ 1 കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവെല്ലാം ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്, നോക്കണേ. ഇനി എരിവിനായി 3 പച്ചമുളക്, ഇത് കുറച്ച് എരിവുള്ള പച്ചമുളകാണ്. ചെറിയ പീസ് ഇഞ്ചി, അത്രയും നല്ല ഫൈൻ പേസ്റ്റാക്കി നമുക്കൊന്ന് അരച്ചെടുക്കാം. നോക്കൂ, ഇതുപോലെ നല്ല നൈസായി അരച്ചെടുക്കണം കേട്ടോ. നമ്മുടെ അരപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബീട്രൂട്ട് വെന്തോന്ന് നോക്കാം. നോക്കൂ, ഇതിലെ വെള്ളം എല്ലാം വറ്റി ഇപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച അരപ്പ് ചേർത്താം. വളരെ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ, ഒത്തിരി ഇട്ട് തിളയ്ക്കണ്ട. ഇനി അതൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് തൈര്, അതൊന്ന് കട്ടകളെല്ലാം നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുത്ത് ഒഴിച്ചു കൊടുക്കണേ. അത് അത്യാവശ്യം പുളിയുള്ള തൈരിനെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ഈ സ്റ്റേജിൽ ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ഇളക്കി നമുക്കത് റെഡിയാക്കി എടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം ഒത്തിരി വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് വരെ ഒന്ന് തിളവന്നാൽ മാത്രം മതി. ഞാനത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വറവിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക്, കറിവേപ്പില, ചുവന്ന മുളക്, ഇത്ര മാത്രം മതി. അതെല്ലാം തന്നെ നല്ലപോലെ ഫ്രൈ ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.